യേശുവിൽ പ്രിയം നിറഞ്ഞവരെ, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 39-ാം വാക്യം. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെയാകട്ടെ. ഗെത്സമനിയിലെ ഈശോയുടെ പ്രാർത്ഥനയാണ് ഈ വചനഭാഗം. ഈ വചനഭാഗത്തിൽ 2 ഭാഗമുണ്ട് ഈ പ്രാർത്ഥനയിൽ. ഒന്നാമത്തെ ഭാഗം ഈശോയുടെ ഒരു മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്ന ഭാഗമാണ്. ജീവിതത്തിൻ്റെ വലിയ ഒരു വിഷമതയിലൂടെ, വലിയൊരു സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നുള്ള ചിന്ത തന്നെ ഈശോയെ ഒരു പച്ച മനുഷ്യനാക്കി മാറ്റുകയാണ്. പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ കാസ് എന്നിൽ നിന്ന് മാറ്റിത്തരണമേ എന്ന്. ഒരു പച്ച മനുഷ്യൻ്റെ ഒരു വിലാപമാണത്. രണ്ടാമത്തെ ഭാഗത്തിൽ ഇതാ നിലം പറ്റി താണുകിടക്കുന്ന ഈശോ മുഖമുയർത്തി പറയുന്ന 2-ാം ഭാഗം, എങ്കിലും എൻ്റെ ഹിതമല്ല ദൈവഹിതം നിറവേറട്ടെ എന്നുള്ള യാചനയാണ് 2-ാം ഭാഗം. ദൈവത്വത്തിലേക്ക് ഉയരുന്ന ഈശോയെ നമ്മളിവിടെ കാണുകയാണ്. നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പച്ച മനുഷ്യൻ്റെ നൊമ്പരത്തോടുകൂടി നമ്മൾ വിലപിക്കാറുണ്ട്, കർത്താവേ, ഈ ഒരു വേദന അല്ലെങ്കിൽ ഈ ഒരു വിഷമം, ഈ ഒരു രോഗം, ഈ അസ്വസ്ഥത എന്നിൽ നിന്നും എത്ര വേഗം നീങ്ങിപ്പോകണേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥന അതിൽ തന്നെ തെറ്റല്ല. പക്ഷെങ്കിലും ആ പ്രാർത്ഥനയെ ഒരു ദൈവീകമായ പ്രാർത്ഥനയാക്കി മാറ്റുന്നത്, ദൈവീകമായ കൃപയിലേക്ക് നയിക്കുന്നത് 2-ാം ഭാഗമാണ്. എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറയുവാൻ ഞാൻ മനസ്സാകുന്നിടത്ത് എൻ്റെ ഈ പ്രാർത്ഥന ദൈവീക കൃപയിലേക്ക് വരുന്നു. ആദ്യ ഭാഗം മാത്രമുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് മാനുഷികമായ യാചനയിൽ ഒതുങ്ങി നിൽക്കുന്നു. അതിൽ ദൈവീകമായ കൃപയുടെ അംശമില്ല. പ്രിയം നിറഞ്ഞവരെ, ഒരു പച്ച മനുഷ്യൻ്റെ വിലാപം മാത്രമാണത്. 2-ാം ഭാഗം കൂടി കൂടിച്ചേരുമ്പോഴാണ് ദൈവീകമായ കൃപയുടെ അംശമുള്ള പ്രാർത്ഥനയായി എൻ്റെ പ്രാർത്ഥനകൾ മാറുക. എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം, ദൈവഹിതം എന്താണോ അത് നിറവേറട്ടെ. അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന ഈ രോഗം, ആ രോഗത്തിലൂടെ കടന്നു പോകാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ അതങ്ങനെയാകട്ടെ. അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനിപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു വേദന, ഈ ഒരു അസ്വസ്ഥത, ഈ അസ്വസ്ഥത മാറുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്കിലും ഈ അസ്വസ്ഥതയിലൂടെ എന്നിൽ ഒരു ശുദ്ധീകരണം അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതുപോലെ തന്നെ സംഭവിക്കട്ടെ. അങ്ങയുടെ ഹിതം എന്താണോ അത് തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നിടത്ത്, പ്രിയം നിറഞ്ഞവരെ, എൻ്റെ പ്രാർത്ഥന അത് ദൈവീകമായ കൃപയുടെ അംശമുള്ള പ്രാർത്ഥനയായിട്ട് പരിണമിക്കുന്നു. ഈ നൊയമ്പിൻ്റെ ദിനങ്ങൾ ആഴത്തിൽ ധ്യാനിക്കുന്ന ഒരു പ്രാർത്ഥനയാണത്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഈ ദൈവീകമായ കൃപ നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥനകളായി മാറട്ടെ. ദൈവഹിതത്തിനെപ്പോഴും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കളായി നമുക്ക് മാറാം. ഈശോയെ പോലെ ഒരു നിമിഷം കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്നേഹിക്കുന്ന ഈശോയെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ, അസ്വസ്ഥതകളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, വിഷമങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ ഇതൊന്ന് മാറ്റിത്തരണേ, ഈ കാസയെ ഒന്ന് മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയം നിറഞ്ഞ ഈശോയെ, എങ്കിലും ആ ഒരു പ്രാർത്ഥനയെ ദൈവീകമായ പ്രാർത്ഥനയാക്കി മാറ്റുന്നത് അങ്ങ് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നു. എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നിടത്ത് എൻ്റെ പ്രാർത്ഥന ഒരു ദൈവീകമായ കൃപയുടെ അംശം പേറുന്ന പ്രാർത്ഥനയായിട്ട് മാറുന്നു എന്ന് വചനം ഞങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ വിഷമ സാഹചര്യങ്ങളിലും സങ്കട നിമിഷങ്ങളിലും ദൈവീക അംശം നിറഞ്ഞ, ദൈവികമായ കൃപയുടെ അംശം നിറഞ്ഞ പ്രാർത്ഥനകൾ ചൊല്ലുവാനായിട്ട്, പ്രാർത്ഥനകൾ ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഏവർക്കും അങ്ങ് നൽകിയാലും. ഏകാന്തതയുടെ തീരം, ഏകാന്തതയുടെ തീരം താണ്ടുകയല്ലോ ഞാൻ, ഉറ്റവർ കൂടെ
യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറയുകയാണോ ഏകാന്തതയുടെ തീരം? പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.